നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ ഭക്തേ. കല്യാണം കഴിഞ്ഞ് നിന്റെ കൂടെ ഈ അമ്മയും ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോണം. ആ ഒരു ചെറിയ വരം മാത്രം മതി. പിന്നെ ഈ ആഭരണങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ എനിക്കും കൂടി തരണം. അങ്ങനെയെങ്കിലും ഇതൊക്കെ ഇടാനുള്ള ഭാഗ്യം എനിക്കും കിട്ടട്ടെ മോളെ. ഒരു സാധാരണ ഇൻഷുറൻസ് ഏജന്റിന്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ട ഭാഗ്യങ്ങളൊക്കെ നിനക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണു. നിങ്ങളുടെ ഭാര്യ ആയത് എന്റെ ഭാഗ്യമല്ല, ഭാഗ്യക്കേടാ. ശിവാനിക്ക് കിട്ടിയതാ മഹാഭാഗ്യം. അല്ലാതെ ഞാൻ പറയുന്നില്ല. അവൾക്ക് ഇങ്ങനെ ഒരു യോഗം കിട്ടിയതില് ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത്. അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നാലും ദൈവം പ്രവർത്തിച്ചത് എന്നിലൂടെയാ. എന്റെ ബുദ്ധി കൊണ്ടാ ശിവാനിയുടെ കല്യാണം നടക്കുന്നേ. അപ്പൊ പിന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഞാനും ഇവളും തമ്മിൽ ഒരു ധാരണയിലെത്തണം. ഇവളെ കല്യാണം കഴിച്ച വീട്ടിലേക്ക് നീയും താമസം മാറ്റുമെന്നാണോ ആ ധാരണ? ആണെങ്കി ഞാൻ എതിർക്കും. നമ്മുടെ അന്തസ് വിട്ട പ്രവൃത്തിക്ക് നിന്നെ ഞാൻ അനുവദിക്കില്ല. ഈ പറയുന്ന അന്തസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പശുത്തൊഴുത്ത് പോലുള്ള ഈ വീട്ടില് കന്നുകാലികളെ പോലെ കഴിയുന്നതാണോ അന്തസ്? ഇനിയുള്ള കാലമാണ് ഞാൻ അന്തസ്സായിട്ട് കഴിയാൻ പോകുന്നത്. ബിസിനസ് മാഗ്നറ്റ് ഗൗതം ഗോപിനാഥിന്റെ മദറിൻലോ എന്ന പദവി ആരൊക്കെ എതിർത്താലും ഞാനത് ആസ്വദിക്കുക തന്നെ ചെയ്യും. പാവ അമ്മ നടക്കാത്ത സ്വപ്നങ്ങൾക്ക് പിന്നാലെയാ. എങ്കിലും ഞാനൊരു മഹാനടിയായി കഴിഞ്ഞാ അമ്മയടയ്ക്ക് കൂടെ കൊണ്ടുവന്ന് നിർത്തണം. ഒന്ന് സന്തോഷിപ്പിക്കണം. പെറ്റമ്മയല്ലേ.